ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീസുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ? വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം ശുക്രൻ അവരുടെ 4-ാം ഭാവാധിപനാണ്, സുഖാധിപനാണ്. അമ്മമ്മന്മാർ, വാഹനം, ആഡംബരം, സുഖഭോഗങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് ശുക്രനെ കൊണ്ടാണ്. ലാഭാധിപനും കൂടിയാണ്. നിൽക്കുന്നത് നല്ല ഭാവത്തിൽ, ഉച്ചത്തിൽ 9-ാം ഭാവത്തിൽ. തപസ്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് 9-ലെ വ്യാഴത്തിനും ശുക്രനും. തപശ്ചര്യകൾ ചെയ്യുക. പക്ഷെ വ്യാഴം ആത്മീയമായ സുഖം, ശുക്രനാണെങ്കിൽ തപസ്സായിരിക്കില്ല. പലപ്പോഴും ഫാമിലി നല്ല രസകരമായ ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാം, ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ച് മുമ്പോട്ട് പോകാം. അത് വലിയൊരു അനുഭവമാകട്ടെ. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു. ധാരാളം ധനപരമായ വിഷയത്തിൽ കാശ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൃഗോ ത്രിത്രികോണെ പുരേകേന പൗരാഹ കുസീതേനയെ വൃദ്ധിരസ്മൈ ദധീരൻ. പലിശ കൊടുത്ത് കാശ് വാങ്ങും, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ബാങ്കിങ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു 25 ദിവസക്കാലം. അവിടെ 9-ൽ ശനി ഒരു മനുഷ്യനെ മരവിപ്പിച്ച് നിർത്തുന്ന സമയമായിരുന്നു. ഭാഗ്യാധിപനായ വ്യാഴം 12-ലുമാണ് കർക്കിടകൻ രാശിക്കാർക്ക്. അവിടെ നിന്നും ഒരു മാറ്റം. ആ ശുക്രൻ 9-ാം ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും കർക്കിടകൻ രാശിക്കാർക്ക് എന്നറിയുക. അതിനിടയിൽ ആരാണ് കർക്കിടക രാശി എന്ന് കൂടി അറിയണ്ടേ? പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി. ഏതായാലും ഈ ഒരു മാസക്കാലം കർക്കിടക രാശിക്കാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാം, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗൃഹനിർമ്മാണം നടത്താം, ഗൃഹപ്രവേശനം ചിന്തിക്കാം. ഇതൊക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ് 25 ദിവസമെന്ന് അറിയുക. നന്ദി, നമസ്തേ.